പി സി ജോർജും സി പി എമ്മും ഇപ്പോൾ ഏകദേശം ഒരേ അവസ്ഥയിലാണുള്ളത്. മനുഷ്യരുടെ വിശ്വാസം ഒരിക്കൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു കിട്ടാൻ വലിയ പാടാണ്. പി സി ജോർജിനെ പൂഞ്ഞാറിലെ ജനങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുകയായിരുന്നു. എത്രയോ വർഷങ്ങൾ അദ്ദേഹം അവിടുത്തെ MLA ആയിരുന്നു. രണ്ട് മുന്നണിയുടെയും സ്ഥാനാർത്ഥിയല്ലാതെ സ്വതന്ത്രനായി അവിടെ നിന്നിട്ട് പോലും അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തെ വിജയിപ്പിച്ചു. പക്ഷെ ഒരു നിർണായക ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മണ്ടത്തരം കൊണ്ട് അയാളുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന കടുത്ത വർഗീയത പുറത്തായി. അതോടെ ജനങ്ങൾക്ക് അയാളുള്ള വിശ്വാസം ഇല്ലാതായി. അത് തിരിച്ചു പിടിക്കാനുള്ള അയാളുടെ എല്ലാ കളികളും ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കി. അതോടെ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നിന്ന് പി സി ജോർജ് പുറത്തായി. രണ്ട് മുന്നണികൾക്കും വേണ്ടതായി. പിന്നെ സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ പ്രകൃതത്തിന് യോജിക്കുന്ന രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന BJP-യിലേക്ക് അദ്ദേഹം എത്തപ്പെടുകയും ചെയ്തു. CPM-ൻ്റെ അവസ്ഥയും ഏറെക്കുറെ ആ ഒരു അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ മതേതര വിശ്വാസികളായ ബഹുഭൂരിപക്ഷം വരുന്ന കേരളത്തിലെ മലയാളികൾ അവരുടെ ഒരു ആശയത്തിന് നേതൃത്വം നൽകാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടാണ് CPM-നെ കണ്ടിരുന്നത്. പക്ഷേ അവരുടെ ഈ അവർഗീയ മതേതര നിലപാട് വെറും അധികാരത്തിന് വേണ്ടിയുള്ള ഒരു കളി മാത്രമാണെന്നും അധികാരത്തിന് വേണ്ടി ശരിക്കുള്ള വർഗീയത അവരെടുത്ത് ഉപയോഗിക്കും എന്ന് മലയാളിക്ക് മനസ്സിലായി. CPM-ലുള്ള ജനങ്ങളുടെ ആർത്ഥത്തിലുള്ള വിശ്വാസം ഗുരുതരമായ പ്രശ്നങ്ങളിലാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഫലമായിരുന്നു അവസാനം നടന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ട്. ഇവിടെ ഒരു വ്യക്തിയുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ അത് തിരിച്ചു പിടിക്കാൻ പിന്നെ ഒരു മാർഗ്ഗമില്ല. അതേസമയം ഒരു പ്രസ്ഥാനത്തിന് ആ ഒരു ഓപ്ഷനുണ്ട്. ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ട നേതൃത്വത്തെ മാറ്റി വിശ്വസ്തരായ പുതിയൊരു നേതൃത്വം വന്നാൽ ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചോളം ഒരു പരിധിവരെ രക്ഷപ്പെടാൻ കഴിയും. പക്ഷേ CPM-നകത്ത് അങ്ങനെ ഒരു കാര്യം പറയാനോ എന്തിന് ചിന്തിക്കാൻ പോലും ധൈര്യമില്ലാത്ത ഒരു വിഭാഗത്തെയാണ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അവിടെ നിലനിൽക്കുന്ന ഒരു അടിമ തമ്പ്രാൻ ബന്ധമാണ്. നാളെ ഏതാ ദിവസമെന്ന് തമ്പ്രാൻ ചോദിച്ചാൽ ഇന്ന് ചൊവ്വാഴ്ചയാണ്, നാളത്തെ കാര്യം അവിടുത്തെ ഇഷ്ടം പോലെ എന്ന് പറയുന്ന അത്രയും അടിമ മനോഭാവമുള്ള ആളുകളായി പാർട്ടിയുടെ നേതൃത്വം മാറിക്കഴിഞ്ഞ സ്ഥിതിക്ക് പാർട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണെങ്കിൽ പോലും ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ട നേതൃത്വത്തെ മാറ്റുന്നതിനെക്കുറിച്ച് പറയുകയോ അത് സാധ്യമാക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലില്ല. അതല്ലാതെ ഈ പാർട്ടിക്ക് രക്ഷപ്പെടാൻ ഇനി ഒരു മാർഗ്ഗവുമില്ല.